കാരുണ്യവാനായ നമ്മുടെ കർത്താവിന് സ്തോത്രം. കാൽവറിയിലൂടെ നമ്മളെ അത്യധികം സ്നേഹിച്ച പിതാവായ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് ഇതുവരെ നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങൾ. ഒരുമിച്ചുള്ള നമ്മുടെ കൂട്ടായ്മ പിന്നെയും നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ കെട്ടുപണിക്ക് കാരണമായി തീരട്ടെ. നമ്മുടെയും പ്രിയപ്പെട്ടവർ ചിലര് മഴയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നുണ്ട്. നമുക്കവരെ വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ ഷീബ സിസ്റ്ററിൻ്റെ അപകടകരമായ അവസ്ഥ മാറി എങ്കിലും ആ പ്രദേശങ്ങളിലെ ഭീകരാവസ്ഥ മാറിയിട്ടില്ല. പ്രാർത്ഥിച്ചു. നമ്മുടെ ദീന സിസ്റ്ററിൻ്റെ മൂത്ത മകൻ ബിലീവേഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മെഡിസിന്. അവരുടെ അവിടെയും സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. പ്രീമൈസസിലൊക്കെ വെള്ളം കയറുന്നു. നമുക്ക് ആ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. കർത്താവിൻ്റെ കരങ്ങളെ ദൈവം നീട്ടട്ടെ. അതുപോലെ മറ്റു പല കുടുംബങ്ങളുമുണ്ട്. വെള്ളത്തിൻ്റെ അടുക്കൽ താമസിക്കുന്ന കുടുംബങ്ങൾ നമ്മോടൊപ്പം കൂട്ടായ്മയ്ക്ക് കൂടുന്നവരുണ്ട്. ദൈവം അവരെയുമൊക്കെ അതാത് സ്ഥലങ്ങളിൽ സൂക്ഷിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ അവരെ കാണുന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രയാസങ്ങൾ ഒരുപക്ഷെ അവിടെ കാണുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിയുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യമാണല്ലോ നമ്മുടെ ചിന്താവിഷയം. നമ്മളതിനെ രണ്ടായിട്ട് തിരിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ആ വാക്യം നമുക്കൊന്നും കൂടെ വായിച്ച് മുൻപോട്ട് തിരുവചനം ധ്യാനിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവി. സ്തോത്രം. രണ്ട് ഭാഗങ്ങൾ. അതിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ആദ്യ ഭാഗം നാം ആരാണ് എന്ന് നമ്മെ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ഭാഗം നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഭാഗത്തിൽ നാം ആയിരിക്കുന്നു. അതിൽ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ, യേശുക്രിസ്തുവിനെ എന്ത് ലക്ഷ്യത്തിനായിട്ടാണോ ഭൂമിയിലേക്ക് ദൈവം അയച്ചത്, ആ ലക്ഷ്യം നാം ഗ്രഹിക്കുമാറ് കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മളതാണല്ലോ പഠിച്ചത്. പിന്നെ യേശു ആരാണ് എന്ന പരിചയപ്പെടുത്തൽ. 3 കാര്യങ്ങൾ. യേശു എന്ന നാമം, അത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു. 2 അപ്പോസ്തോലൻ, 3 മഹാപുരോഹിതൻ. അങ്ങനെ 3 പരിചയപ്പെടുത്തലുകൾ യേശുവിനെ കുറിച്ച് എബ്രായർ 3:1 അതിൽ നാം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്
യേശുക്രിസ്തു അപ്പോസ്തോലൻ. അപ്പോസ്തോലനെ സംബന്ധിക്കുന്ന 2-3 ചിന്തകൾ നമ്മൾ പഠിച്ചു. അപ്പോസ്റ്റോലോസ്, അപ്പോസ്റ്റേലൈൻ എന്നൊക്കെയുള്ള മൂലവാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ, പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ, അയക്കുന്നവരുടെ അധികാരത്തോടുകൂടെ പുറപ്പെട്ടു പോകുന്നവൻ എന്ന അർത്ഥം. 2, അതിൻ്റെ യഹൂദ പശ്ചാത്തലം നമ്മൾ കണ്ടു. യഹൂദ ന്യായാധിപ സംഘം അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടതിന് തങ്ങളുടെ ദേശത്ത് എവിടേക്കും തങ്ങളുടെ അധികാരപത്രവുമായി അയക്കുന്ന പ്രതിനിധികൾ, പ്രതിനിധി സംഘം. പൗലോസും അങ്ങനെ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായിട്ട് സഭയെ പീഡിപ്പിക്കുവാൻ പുറപ്പെട്ടയാളാണ്. അങ്ങനെ പൗലോസ് പുറപ്പെട്ടപ്പോൾ പൗലോസിന്റെ കയ്യിൽ അധികാരപത്രമുണ്ട്. ആ അധികാരപത്രം നിമിത്തം മഹാപുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ ന്യായാധിപ സംഘത്തിന് ഉള്ള ആ അധികാരം തങ്ങൾ പോകുന്ന ഇടത്ത് പ്രയോഗിക്കുവാൻ കഴിയുമായിരുന്നു. അങ്ങനെയാണ് പൗലോസും തൻ്റെ സംഘാംഗങ്ങളും കൂടെ പുറപ്പെട്ടു പോയത്. അപ്പം ന്യായാധിപ സംഘത്തിൻ്റെ പ്രതിനിധികൾ യഹൂദന്മാർക്കിടയിൽ അല്ലെങ്കിൽ യഹൂദിയ ദേശത്ത് സഞ്ചരിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ തീരുമാനം നടപ്പാക്കുന്നത് പോലെ അയക്കപ്പെടുന്ന വ്യക്തികളെയാണ് അപ്പോസ്തോലൻ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാർ എന്ന് വിളിക്കുന്നതെന്ന് കണ്ടു. അതിൻ്റെ യവനായ പശ്ചാത്തലമാണ് നമ്മൾ കണ്ടത്. ഓർമ്മയുണ്ടോ? സ്ഥാനാപതി അല്ലെങ്കിൽ അംബാസഡേഴ്സ് ഇൻ പൊളിറ്റിക്കൽ വേൾഡ്, ദേ ആർ കോൾഡ് അംബാസഡേഴ്സ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്ഥാനാപതികൾ. അപ്പം ഈ 3 പ്രധാനപ്പെട്ട വീക്ഷണകോണുകൾ അപ്പോസ്തോലൻ എന്നതിനുണ്ട്. അതില് യേശുക്രിസ്തു സ്ഥാനാപതിയായി അയച്ചിട്ട് വന്നു ഈ ലോകത്തിലേക്ക്. നമ്മളതേക്കുറിച്ചും കണ്ടു. ക്രിസ്തു തന്നെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന മഹാപുരോഹിത പ്രാർത്ഥനയിൽ നിത്യജീവനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ 17:3 കഴിഞ്ഞ ദിവസം നമ്മളത് വായിച്ചായിരുന്നു. പിതാവിനോട് പുത്രൻ തന്നെ പറയുന്ന കാര്യമാണ് നിത്യജീവൻ എന്നാൽ എന്താണ്? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെ, യേശുവിനെയും അറിയുന്നത് തന്നെ. അപ്പോൾ അവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നു, യേശു ക്രിസ്തു അയക്കപ്പെട്ടയാളാണ്. സ്തോത്രം. ക്രിസ്തു അയക്കപ്പെട്ടയാൾ. അത് തന്നെയാണ് അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ യേശു ക്രിസ്തു അയക്കപ്പെട്ടപ്പോൾ അയച്ച പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണ അധികാരത്തോടും ശക്തിയോടും കൂടെയാണ് വന്നത്. യവന പശ്ചാത്തലത്തിൽ, ഗ്രീക്ക് വേൾഡിൽ അംബാസിഡർ അഥവാ സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ
രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്ന്, എ സ്ഥാനാപതി, ambassador will possess the same authority of the one who sent him. തന്നെ അയച്ച ആളിന്റെ അതേ പൂർണ്ണ അധികാരത്തോടുകൂടെയാണ് ഒരു സ്ഥാനാപതി പോകുന്നത്. രണ്ടാമത്തേത്, ഹിസ് വോയിസ് will be the same voice of the one who sent him. അവന്റെ സ്ഥാനാപതിയുടെ ശബ്ദം പോലും, വോയിസ്, ടോൺ, തന്നെ അയച്ചവരുടെ അതേ വാക്കുകളും ശബ്ദവുമായിരിക്കും. ശബ്ദം കേൾക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടെ ശക്തമായ മഴ കൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ വയ്യ. ആ ശബ്ദം അങ്ങോട്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല, നന്നായിട്ട് കേൾക്കാം. സ്തോത്രം. ഞാൻ ലൈറ്റിന്റെ ക്രമീകരണം കൊണ്ട് ജനലിന്റെ അടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ശബ്ദം സാരമില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അപ്പം പറഞ്ഞു വന്നത്, ഒരു സ്ഥാനാപതിയുടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് അധികാരം, മറ്റൊന്ന് തൻ്റെ വാക്കുകൾ. ഒരു സ്ഥാനാപതി പുറപ്പെടുമ്പോൾ തനിക്ക് തൻ്റെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം അവനെ അയക്കുന്ന വ്യക്തിയുടെയോ രാജ്യത്തിൻ്റെതോ. പഴയ കാലങ്ങളിലാണെങ്കിൽ രാജാക്കന്മാരാണ് അയക്കുന്നത്. അതുകൊണ്ട് ആ രാജാവിനുള്ള പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഒരു വിദേശ രാജ്യത്ത് ആ സ്ഥാനാപതി ചെന്ന് പറയുന്ന കാര്യങ്ങൾ അവൻ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ ശബ്ദമായിട്ടാണ് മുഴങ്ങുന്നത്. സ്തോത്രം. ഇവിടെ നമ്മുടെ കർത്താവായ യേശു അപ്പോസ്തലനായി വന്നു എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണ അധികാരത്തോടുകൂടെയാണ് യേശു അയക്കപ്പെട്ടത്. As an apostle, when Jesus came to this world, he was holding the whole authority of God the Father who sent him. സ്തോത്രം. അതുകൊണ്ടാ പരീശന്മാരൊക്കെ വന്ന യേശുവിനോട് ചോദിച്ചത്, നീ എന്ത് അധികാരം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്? നിനക്ക് എന്ത് അധികാരം? യേശുക്രിസ്തു ഉപയോഗിച്ച ഏറ്റവും വലിയ അധികാരം ഓർമ്മ കാണുമല്ലോ എന്താണെന്ന്. The greatest authority Jesus exercised while he was here on earth. പാപങ്ങളെ ക്ഷമിക്കുവാൻ. അതെ, പാപങ്ങളെ ക്ഷമിക്കുവാനുള്ള അധികാര. പലരോടും യേശുക്രിസ്തു അത് പറഞ്ഞു. പക്ഷേ കേൾവിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹൃദയത്തെ പിടിച്ചുലച്ചത്, സ്ട്രൈക്ക് ചെയ്തത് ആ പക്ഷവാതക്കാരനോട് പറഞ്ഞപ്പോഴാണ്. വീട് നിറയാള്. അപ്പോഴാണ് 4 പേര് ഒരു പാരലിറ്റിക് പേഷ്യന്റിനെ, പക്ഷവാതക്കാരനെ പൊക്കിക്കൊണ്ടുവരുന്നത്. യേശുവിൻ്റെ മുമ്പിൽ വെക്കാൻ ഒരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ മുമ്പിലേക്ക് അദ്ദേഹത്തെ ഇറക്കി വെച്ചു.
ആ മനുഷ്യനോട് യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോഴാണ് യഹൂദന്മാരുടെ ഉള്ളിൽ കോപവും സംശയവും ഒക്കെ കത്തിക്കയറിയത്. ഇവൻ പാപങ്ങളെ മോചിക്കുന്നു. പാപങ്ങളെ മോചിക്കാൻ ആർക്കു മാത്രമേ അധികാരമുള്ളൂ? ദൈവത്തിന്. യഹൂദന്മാരാ. അവര് പറയുന്നത് ദൈവത്തിനല്ലാതെ പാപങ്ങളെ മോചിക്കാൻ വേറെ ആർക്കും അധികാരമില്ല. ശരിയാ, 100% ശരിയത്. അപ്പൊ യേശു ദൈവമാണെന്ന് ഇവർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് യേശുവിനോട് കോപിച്ചു പോയെന്നേ ഉള്ളൂ. അല്ലാതെ അവരുടെ ആശയം വളരെ കൃത്യ. സ്തോത്രം. അപ്പോൾ യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഉപയോഗിച്ച ഏറ്റവും വലിയ ദൈവിക അധികാരം എന്ന് പറയുന്നത് പാപങ്ങളെ മോചിക്കാനുള്ള അധികാരമാണ്. എക്കാലത്തും ദൈവത്തിന്റെ ഏറ്റവും വലിയ അധികാരം അത് തന്നെയാണ്. സ്തോത്രം. ആ അധികാരം നമുക്കാർക്കും കർത്താവ് തന്നിട്ടുമില്ല. സ്തോത്രം. തന്നിട്ടുമില്ല. അപ്പോൾ യേശു കർത്താവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചപ്പോൾ, ലോകത്തിലേക്ക് അയച്ചപ്പോൾ പിതാവിനുള്ള മുഴുവൻ അധികാരത്തോടെ അയച്ചു. അത് യേശു ഇവിടെ വെളിപ്പെടുത്തുകയും ചെയ്തു. സ്തോത്രം. പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരം, പിന്നെ പ്രകൃതിയുടെ മേലുള്ള യേശുവിൻ്റെ അധികാരം, ആത്മലോകത്തിന്മേലുള്ള യേശുവിൻ്റെ അധികാരം, പ്രകൃതിയിന്മേൽ, പ്രകൃതി ശക്തികളിന്മേൽ, പ്രകൃതി പ്രതിഭാസങ്ങളിന്മേൽ ഒക്കെയുള്ള യേശുവിൻ്റെ അധികാരം കർത്താവ് വെളിപ്പെടുത്തി. While Jesus was here on earth, he exercised all the authorities God had entrusted upon him. And the utmost was the authority to forgive sins. Stotra. To forgive sins. And another authority Jesus had exercised was to represent the Father. To represent the Father. Apostolism is this. He could represent his center. യേശുക്രിസ്തു ഉപയോഗിച്ച മറ്റൊരു അധികാരം, മറ്റൊരു ദൈവിക അധികാരം എന്ന് പറയുന്നത് പിതാവിനെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അധികാരമായിരുന്നു. എല്ലാവർക്കും അതിനുള്ള അധികാരമൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ ഇവിടെ വെളിയിലോട്ടിറങ്ങി ചെയ്യുന്ന കാര്യം നല്ലതാ. വഴക്കുണ്ടാക്കുന്ന നാട്ടുകാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മോശ ചെയ്തതുപോലെ തെറ്റ് ചെയ്തവനെ പിടിച്ച് 2 തല്ലുമൊക്കെ കൊടുത്ത് പോലീസും നിയമവും വന്നിട്ട് എന്നെ പിടിച്ച് അകത്താക്കും. നിന്നെ ആരാ പോലീസാക്കിയെന്ന് ചോദിക്കും. എനിക്ക് ഇന്ത്യക്ക് പകരമായിട്ട് നേപ്പാളിനോടോ ഭൂട്ടാനോടോ പോലും സംസാരിക്കാനുള്ള അനുവാദം ഇല്ല. I am not entrusted with that authority to represent my nation. ഇനി നേഷന്റെ കാര്യം പോട്ടെ. ഞാനിപ്പം സുവിശേഷവേല 10-30 വർഷത്തിന് മുകളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് എന്ന സംഘടനയെ പ്രതിനിധീകരിച്ച് 2 വാക്ക് പറയാൻ പോലും എന്നെ അധികാരപ്പെടുത്താത്തിടത്തോളം എനിക്ക് സാധിക്കത്തില്ല.
നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലോ. ഒരു കല്യാണമോ ഒരു അഭിനന്ദന സന്ദേശമോ ഒരു അനുശോചന സന്ദേശമോ ഒക്കെ പറയാൻ ചിലപ്പം നമുക്ക് അവസരങ്ങൾ ലഭിക്കും. ആ സമയത്ത് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവസരം ഒരു സ്ഥലത്ത് കിട്ടിയാൽ, ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയിലെ സെൻട്രൽ വെസ്റ്റ് റീജിയനിലുള്ള എല്ലാ സഭകളുടെയും എല്ലാ ദൈവദാസന്മാരുടെയും അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്നെ അതിനാരും അധികാരപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച് പറയുക, പാസ്റ്റർ അവിടെ പോകുന്നുണ്ടല്ലോ, അപ്പം നമ്മുടെ എല്ലാവരുടെയും കൂടെ. ശരി, അവിടെ ഞാൻ ചർച്ച് ഓഫ് ഗോഡ് എന്ന ലേബലിലാണ് നിൽക്കുന്നത്. ഒരു പ്രാതിനിധ്യം അതില്ലെങ്കിൽ എനിക്ക് ഈ സംഘടനയെപ്പോലും പ്രതിനിധാനം ചെയ്യാൻ അനുവാദമില്ല. യേശു ഇവിടെ വന്നപ്പോൾ അപ്പോസ്തോലൻ എന്ന നിലയിൽ ഉപയോഗിച്ച ഏറ്റവും വലിയ രണ്ടാമത്തെ അധികാരമാണ് തന്നെ അയച്ച പിതാവിനെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അധികാരം. അതുകൊണ്ട് യേശു പറഞ്ഞതെല്ലാം, അല്ലെങ്കിൽ ആ പറഞ്ഞതിനെല്ലാം ആരുടെ കയ്യൊപ്പുണ്ടായിരുന്നു? അയച്ച പിതാവിൻ്റെ. സ്തോത്രം. അതുകൊണ്ടാ യേശു കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞത്, മത്തായി 10:40, മാത്യു 10:40. നമുക്കറിയാവുന്ന വാക്യമാണ്. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. സ്തോത്രം. കണ്ടോ ആ പ്രാതിനിധ്യ സ്വഭാവം? ശിഷ്യന്മാരെ അയച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ശരി പൊക്കോ. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. നമ്മൾ അവിടേക്ക് പിന്നെ വരാം. എന്നാൽ ഇവിടെ പിതാവ് പുത്രനെ അയച്ചതുകൊണ്ട് പുത്രൻ ഇവിടെ ആധികാരികതയോടെ പറയുക, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. കണ്ടോ പ്രാതിനിധ്യം? സ്തോത്രം. അതിനാ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ടായിരുന്നു. പണ്ട് നമ്മുടെ ദൈവദാസന്മാരുമൊക്കെ ജ്ഞാനവിശ്വാസത്തിലേക്കൊക്കെ വന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുവിശേഷം പറയുമ്പോഴും ചർച്ചിൽ പ്രസംഗിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴുമൊക്കെ ചിലർക്ക് കുത്തുകൊള്ളും, അവർ വഴക്കുണ്ടാക്കാൻ വരും. ആ സമയത്ത് ഈ ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സഹോദര, ഈ എറിഞ്ഞ കല്ലിനെ കടിക്കാതെ എറിഞ്ഞവനെ കടിക്കാൻ. പൂട്ടിയിട്ടേക്കുന്ന പട്ടിയെ ആൾക്കാർ കല്ലെറിയുമ്പം ഇത് പൂട്ടിയിട്ടേക്കല്ലേ, അതിനെ കെട്ടിയിട്ടേക്കുക, ദേഷ്യം വന്നിട്ട് കല്ലെ കടിക്കും. അതിന് പറയുന്നൊരു പ്രയോഗമാണ്, കല്ലെ കടിച്ചാൽ പല്ല് പോകത്തതേ ഉള്ളൂ, എറിഞ്ഞവനെ കടിക്കാൻ. ഇപ്പൊ പ്രവചിച്ച ഞാൻ വെറും ഒരു കല്ല്, എറിഞ്ഞത് തമ്പുരാൻ. The source is God himself. And therefore, full responsibility for whatever Jesus said or did rested upon the Father. യേശു കർത്താവ് അതാ പറഞ്ഞത്, ഞാൻ ഒരു പ്രതിനിധി മാത്രം, എന്നെ അയച്ചവനെ ഞാൻ പ്രതിനിധീകരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നതിനും ചെയ്യുന്നതിനും എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം എന്നെ അയച്ചവനാ. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു അപ്പോസ്തലൻ എന്ന നിലയിൽ പിതാവിൻ്റെ മുഴുവൻ അധികാരം ഉപയോഗിച്ചു. അതിൽ ഒന്നാമത്തേത് പാപമോചനം നൽകി, രണ്ടാമത്തേത് പിതാവിനെ ജനത്തിൻ്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ പ്രതിനിധീകരിച്ചു.
സ്തോത്രം. പിതാവിൻ്റെ പകരക്കാരനായി നിന്നു. അതാണ് ഒരു അപ്പോസ്തലന്റെ ദൗത്യമെന്ന് പറയുന്നത്. അയച്ച ആളിൻ്റെ പകരക്കാരനായിട്ട് നിൽക്കുക. സ്തോത്രം. നമ്മളെയും അങ്ങനെയാ കർത്താവ് ചെയ്തേക്കുന്നത്. ലൂക്കോസ് 10 ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലൂക്ക് 10:1. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, മതി മതി. കണ്ടോ, താൻ ചെല്ലുവാനുള്ള ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും അവരെ തനിക്ക് മുമ്പായിട്ട് അയച്ചു. സ്തോത്രം. ഡെലിഗേഷനാ. സ്തോത്രം. പകരക്കാരായി വിടുകയാണ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു അപ്പോസ്തലൻ എന്ന നിലയിൽ പിതാവിൻ്റെ പകരക്കാരനായി ഈ ഭൂമിയിൽ വന്നു. പിതാവിൻ്റെ മുഴുവൻ അധികാരവും ഉപയോഗിച്ചു. യേശു ഉപയോഗിച്ച മറ്റൊരു അധികാരമായിരുന്നു ആത്മലോകത്ത്. The spirit world. Jesus exercised his authority over spirit world. ആത്മലോകത്ത് യേശുക്രിസ്തു തൻ്റെ അധികാരം ഉപയോഗിച്ചു. ദുരാത്മാക്കളെ പുറത്താക്കി, ഭൂതാത്മാക്കളെ പുറത്താക്കി, രോഗാത്മാക്കളെ പുറത്താക്കി. By casting out evil spirits, spirit of infirmities, sicknesses, Jesus exercised his authority in the spirit world. ആത്മമണ്ഡലത്തിൽ, ആത്മലോകത്തിൽ സാത്താന്യമായ ആത്മാക്കളുടെ മേൽ യേശു തൻ്റെ അധികാരം പ്രയോഗിച്ചു. അതുകൊണ്ട് ഭൂതാത്മാക്കൾ യേശുവിനെ കണ്ടപ്പോൾ തന്നെ നിലവിളിച്ചു. ഭയപ്പെട്ടവ അലറി. അവയൊക്കെ യേശുവിനെ വിളിച്ചത്, സംബോധന ചെയ്തത് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന. ന്യായശാസ്ത്രിമാർക്കൊന്നും മനസ്സിലാകാഞ്ഞ കാര്യം യേശുവിനെ കുറിച്ച് ദുരാത്മാക്കൾക്ക് മനസ്സിലായി. സ്തോത്രം. അപ്പോൾ ആത്മമണ്ഡലത്തിൽ യേശു തൻ്റെ അധികാരം ഉപയോഗിച്ചു. പിന്നെ പ്രകൃതിയുടെ മേൽ, കാറ്റ്, കടല് തുടങ്ങി പ്രകൃതിയുടെ മേൽ, ലോ ഓഫ് ഗ്രാവിറ്റി, ഗുരുത്വാകർഷണ നിയമത്തെ പോലും യേശു കർത്താവ് മാറ്റി. അവയുടെ മേലും അധികാരം ഉപയോഗിച്ചു. വെള്ളത്തിൻ്റെ മേൽ നടന്നത് ഒരടയാളം, അതിനൊരു തെളിവ്. ഏറ്റവും ഒടുവിൽ സ്വർഗാരോഹണം ചെയ്തപ്പോൾ അത് പൂർണ്ണമായി. പ്രകൃതി ശക്തികളിൽ മേൽ, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിൽ മേൽ, നാച്ചുറൽ ഫിനോമിനെ, മരണം, അഴുകൽ, ഇതെല്ലാം നാച്ചുറൽ ഫിനോമിനെ, പ്രകൃതി പ്രതിഭാസങ്ങളാണ് മരണവും അഴുകലുമൊക്കെ. യേശു അതിൻ്റെ മേലുമൊക്കെ തൻ്റെ അധികാരം, ദൈവത്തിനുള്ള അധികാരം പ്രയോഗിച്ചു. അപ്പൊ അങ്ങനെ പ്രകൃതിയുടെ നിയമങ്ങളിന്മേൽ, ദ ലോസ് ഓഫ് പ്രകൃതി, നേച്ചർ, ദ ഫിനോമിനാസ്, പ്രതിഭാസങ്ങൾ, പവേഴ്സ്, പ്രകൃതി ശക്തികളിന്മേൽ ഒക്കെ യേശുക്രിസ്തു തൻ്റെ അധികാരം ഉപയോഗിച്ചു അപ്പോസ്തലൻ എന്ന നിലയിൽ.
പിന്നെ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, ദ വോയിസ് ഓഫ് an ambassador will be the voice of his nation he represents, or the person or the government that sends him. ഒരു സ്ഥാനാപതിയെ അയക്കുന്ന വ്യക്തി ഭരണകൂടം രാജ്യത്തിൻ്റെ ശബ്ദമായിട്ടായിരിക്കും സ്ഥാനാപതിയുടെ ശബ്ദം പരദേശത്ത് മുഴങ്ങുന്നത്. ഒരു ഇന്ത്യൻ സ്ഥാനാപതി അമേരിക്കയിൽ, ബ്രിട്ടനിൽ, ജർമ്മനിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം അവിടെ പറയുന്ന ഒരു പ്രസ്താവന ഇന്ത്യയുടെ പ്രസ്താവനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് പറഞ്ഞതൊന്നും തൻ്റെ സ്വന്തമല്ല. അത് കർത്താവ് പലപ്പോഴും പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തത്തിൽ നിന്ന് നിങ്ങളോടൊന്നും പറയുകയല്ല. സ്തോത്രം. എന്നെ അയച്ചവൻ പറയാൻ പറഞ്ഞതാ ഞാൻ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളുടെ അതോറിറ്റി, ഓഥൻറ്റിസിറ്റി, ആധികാരികത എന്ന് പറയുന്നത് തന്നെ അയച്ചവൻ്റെ ആധികാരികതയാണ്. സ്തോത്രം. ഇപ്പോൾ സ്വർഗീയ ശബ്ദമാണ് മുഴങ്ങിക്കേട്ടത്. സ്തോത്രം. അപ്പം യേശുക്രിസ്തു അപ്പോസ്തോലൻ എന്ന നിലയിൽ നമുക്ക് ഇങ്ങനെ യേശുവിനെ കാണാൻ പറ്റും. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുഴുവൻ അധികാരവും ഉപയോഗിച്ച് പിതാവിന് പകരക്കാരനായി, പ്രതിനിധിയായി ലോകത്തോട്, മനുഷ്യരോട് ഇടപെട്ടു, സംസാരിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് യേശു എന്ന ഒരു മനുഷ്യന് ഇത്രമാത്രം അധികാരമുള്ളതായി നമ്മൾ കണ്ടത്. ലോകം നോക്കുമ്പോൾ യേശുവിനെ വെറുമൊരു മനുഷ്യൻ, വെറുമൊരു യഹൂദൻ, അല്പം കൂടെയൊക്കെ ചിലര് റബ്ബി എന്ന നിലയിൽ ഒരു സ്കൂൾ ഓഫ് ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരുടെ ഒരു സംഘത്തെ ഇങ്ങനെ നയിക്കുന്നത് കൊണ്ട് ചിലരൊരു റബ്ബി, ഒരു ഗുരു എന്ന നിലയിൽ അംഗീകരിച്ചിട്ടുണ്ട്. അല്ലാത്തവർക്കൊക്കെ വെറും ഒരു യഹൂദൻ, അതും വളരെ താഴ്ന്ന നിലയിലുള്ളയാൾ. യേശു എവിടെ ജനിച്ചെന്നുള്ളതൊന്നും അവർക്ക് ഒരു വിഷയമല്ല. പക്ഷെ ജീവിച്ചതാണ് ഗലീലക്കാര്. ഗലീലക്കാരെ യഹൂദന്മാർ തന്നെ കാണുന്ന ഹീനമായ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. വിദ്യാഭ്യാസം കുറവുള്ളവര്, പണം, പത്രാസൊക്കെ കുറവുള്ളവരാണ് ഗലീലക്കാർ. യഹൂദ മതത്തിലെ തന്നെ ഉന്നതന്മാരോട് കിടപിടിക്കാൻ ഒക്കാത്തവർ, കഷ്ടിച്ച് ജീവിച്ചു പോകുന്നവർ, പിന്നെ വംശീയമായി യഹൂദന്മാരാണ് എന്ന് മാത്രം, ചോര അല്ലെങ്കിൽ ജീൻ അബ്രഹാമിൻ്റെതാണ് എന്ന് മാത്രം. അല്ലാതെ യഹൂദന്മാർ, യെരുശലേമിൽ പാർക്കുന്ന യഹൂദന്മാർ പോലും മാനിക്കത്തക്കതൊന്നും ഗലീലക്കാരിലില്ല. അങ്ങനെയുള്ള ഒരു സാധാരണ ഗലീലക്കാരൻ മാത്രമായിരുന്നു അവർക്കൊക്കെ യേശു എന്ന വ്യക്തി, വെറുമൊരു മനുഷ്യൻ. പക്ഷെ അങ്ങനെ അവർ വെറും ഒരു മനുഷ്യനെന്ന് കണ്ട, വെറും ഒരു തച്ചന്റെ മകനെന്ന് കണ്ട, യാക്കോബ്, യോസെ തുടങ്ങിയവരുടെയൊക്കെ സഹോദരൻ എന്ന് കണ്ട, മറിയയുടെ മകനെന്നവരൊക്കെ കണ്ട ഈ യേശു ഇത്ര വലിയ അധികാരമൊക്കെ ഉപയോഗിക്കുവാൻ കാരണം യേശു ആരായിട്ടാ വന്നത്? അപ്പോസ്തോലനായിട്ടാ വന്നത്. സ്തോത്രം. അപ്പോസ്തോലനായിട്ടാ വന്നത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ?
ഒന്നും ഇല്ല എന്ന് കരുതട്ടെ. സ്തോത്രം. എന്നാൽ ഇനി വേദപുസ്തകത്തിലെ അപ്പോസ്തലന്മാരെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയേക്കാം. അതിൽ വിവരിക്കാൻ നിൽക്കുന്നില്ല. ഇപ്പൊ നമ്മളിവിടെ കാണുന്ന ഏറ്റവും ഒന്നാമത്തെ അപ്പോസ്തലൻ, ദ ഫസ്റ്റ് അപ്പോസ്റ്റൽ ഈസ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവാണ് നമ്മൾ കാണുന്ന ഒന്നാമൻ, അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ. ഇവിടെ മാത്രമേ യേശുവിനെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നുള്ളൂ എങ്കിൽ കൂടെ ഈ ആശയം ബൈബിളിൽ മൊത്തമായിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെയധികമായിട്ട് അതുണ്ട് എന്നത് നമ്മൾ കണ്ടു. ഗലാത്യ ലേഖനം 4:4 പൗലോസും പറയുന്നുണ്ട്, ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അയച്ചത്. ഇപ്പോൾ ബൈബിളിൻ്റെ പൊതുവായ ആശയമാണ് അപ്പോസ്തലൻ എന്ന പേര് യേശുവിന് എബ്രായർ 3:1 മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ കൂടെ. രണ്ടാമത് നമുക്കറിയാം, അപ്പോസ്തലന്മാർ എന്ന് പൊതുവെ വിളിക്കുന്നത് 12 അപ്പോസ്തലന്മാരെയാണ്. The 12. The second category of apostles are the 12, or the 12 disciples whom Jesus chose and named them apostles. That was included Judas Iscariot. ഒറ്റുകാരനായി, ട്രൈറ്ററായിട്ട് തീർന്ന, ബിട്രേയറായിട്ട് തീർന്ന, ഒറ്റുകാരനായിട്ട് തീർന്ന യൂദ ഉൾപ്പെടെയുള്ള 12 ശിഷ്യന്മാർക്ക് കൊടുത്ത പേരാണ് അപ്പോസ്തലന്മാർ. From human beings, they were the primary apostles. The primary apostles. മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് കണ്ടതാണ്. പുരുഷാരം വന്നുകൂടി, ശിഷ്യന്മാര് വന്നുകൂടി. ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് യേശു തനിക്ക് ബോധിച്ചവരെ തൻ്റെ അടുക്കൽ വിളിച്ചു. സ്തോത്രം. തനിക്ക് ബോധിച്ചവരെ. ആ 12 പേരുടെ പേരൊക്കെ എവിടെ ഉണ്ട് നമുക്കറിയാം. അതുകൂടാതെ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലും 2 മുതൽക്കുള്ള അല്ലെങ്കിൽ 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ 12 പേരുടെ പേര് കാണുവാനായിട്ട് സാധിക്കും. അതിൽ യൂദ ഇസ്കറിയോത്താവും ഉണ്ട്. അവനെ അപ്പോസ്തലൻ എന്ന് വിളിക്കാമോ എന്ന സംശയവും വാദങ്ങളുമൊക്കെ നടക്കാറുണ്ട്. ഏതായാലും അവനെ അപ്പോസ്തലനായിട്ടാണ് യേശു തെരഞ്ഞെടുത്തത്. 3 വർഷത്തിലധികം, 3.5 കൊല്ലമെന്ന് നമ്മൾ സാധാരണ പറയുന്ന ആ 3.5 കൊല്ലത്തോളം അവൻ മറ്റ് അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്ന അതേ പദവികൾ, അതേ അധികാരം ഒക്കെ ഉപയോഗിച്ചയാളാണ്. ഭൂതങ്ങളെ പുറത്താക്കിയപ്പോഴും രോഗികളെ സൗഖ്യമാക്കിയപ്പോഴുമൊക്കെ യൂദായെയും അയച്ചു. ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തതുപോലെയുള്ള അധികാരം യേശു ഇവനും കൊടുത്താണ് അയച്ചത്. ഇവനെ അറിയാമായിരുന്നിട്ടു കൂടെ കർത്താവ് അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തത് നമ്മൾ പല സമയത്തും പറയാറുള്ളത് പോലെ, നോട്ട് ബിക്കോസ് ഹി വാസ് റൈച്ചസ്, but to make him righteous. Same with our lives. Many a times the Lord gives us something, does something for us. Sometimes he anoints us
uses you and me, not because we were worthy, not because we were righteous, but to make us more worthy and righteous. ദൈവം നമുക്ക് എന്തെങ്കിലും തന്നാൽ, നമ്മളിലൂടെ ദൈവം എന്തെങ്കിലും ചെയ്യിച്ചാൽ, നമ്മളെ ആയിരിക്കുന്ന അവസ്ഥയിൽ അറ്റസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതരുത്. നമ്മളായിരിക്കുന്ന അതേ അവസ്ഥയിൽ ദൈവം നമ്മളെ അങ്ങനെ അങ്ങ് ഉൾക്കൊണ്ടു, കുഴപ്പമില്ല മോനെ, മതിയടാ എന്ന് പറയുന്നതായിട്ട് ആരും കരുതരുത്. പകരം നാം അയോഗ്യരായിരിക്കുമ്പോഴും ദൈവം നമ്മോട് കരുണ കാണിച്ച് സഹായിക്കുന്നത്, മോനെ നീ ഇങ്ങനെ ആയിട്ടും ഞാൻ നിന്നെ സ്നേഹിച്ചാണ് ഈ കാര്യം ചെയ്തത്, അതുകൊണ്ട് നീ ഇനിയുമെങ്കിലും ഒന്ന് ശരിയാകണം കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് ശരിയാകാൻ വേണ്ടിയാ, നമ്മൾ കൂടുതൽ ദൈവോന്മുഖരായി തീരാൻ വേണ്ടിയാണ് നമ്മുടെ അയോഗ്യതകളെ അറിഞ്ഞുകൊണ്ടും യൂദായെപ്പോലെ തിരഞ്ഞെടുത്തതും ശുശ്രൂഷ ഏൽപ്പിച്ചതും നമ്മളിലൂടെ പലതും ദൈവം ചെയ്തതും ചെയ്യിക്കുന്നതും. പകരം ആ അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിക്കുന്നു എന്നും കണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി, ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല എന്നെ ഉപയോഗിക്കാൻ എന്നാരും തെറ്റിദ്ധരിച്ച് വഞ്ചിക്കപ്പെടരുത്. സ്തോത്രം. അപ്പൊ ഈ 12 പേരുടെ റെഫറൻസുകൾ നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്നും കിട്ടും. അടുത്തയാള്, ഒടുവിൽ ഇവൻ പോയി മരിച്ചതൊക്കെ നമുക്കറിയാം. അവൻ നഷ്ടപ്പെട്ടു പോയി എന്നാണ് യേശു കർത്താവ് തന്നെ പറയുന്നത്. യോഹന്നാൻ 17-ാമത്തെ അധ്യായത്തിൽ അവൻ നശിച്ചുപോയി, ആ നാശയോഗ്യനല്ലാതെ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പോൾ അവൻ നശിച്ചുപോയി. അപ്പോസ്തലപ്രവൃത്തികളിൽ പത്രോസ് പറയുന്നത്, 1-ാമത്തെ അധ്യായത്തിൽ പത്രോസ് പറയുന്നത് തൻ്റെ സ്ഥലത്തേക്ക് ഒഴിഞ്ഞുപോയ യൂദ എന്ന്. നമ്മൾ വെളിപ്പാട് പുസ്തകം എതിർ ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ 17-ാം അധ്യായത്തിൽ നിന്ന് ആ ഭാഗങ്ങളൊക്കെ പഠിക്കുകയുണ്ടായല്ലോ. അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്കും തിരികെ പോകുന്നില്ല. സ്തോത്രം. പിന്നെയുള്ള യേശുക്രിസ്തു ഒന്നാമൻ, പിന്നെ 12 അപ്പോസ്തലന്മാർ. അടുത്തയാളാണ് യൂദായിക്ക് പകരം തിരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ്. അപ്പോസ്തലപ്രവൃത്തികൾ 1:26 നമ്മത് കാണുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. മാത്യു 1:26, ആക്ട്സ് 1:26. അപ്പോസ്തലപ്രവൃത്തികൾ 1:26 നാം കാണുന്നു യൂദായിക്ക് പകരം തിരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ്. അദ്ദേഹത്തെ നമ്മൾ പിന്നെ വേറെ എങ്ങും അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ലെങ്കിലും യൂദയ്ക്ക് പകരക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നാം കാണുന്നു. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ചൊന്നും അധികം കാണാത്തത് അപ്പോസ്തലപ്രവൃത്തികളിൽ പിന്നീട് നമ്മൾ കാണുന്നത് 2 വ്യക്തികളെ കേന്ദ്രീകരിച്ച, ഏതാണ്ട് 12-ാം അധ്യായം വരെ, 10 പറയാം, അല്ല 12 വരെ പത്രോസിനെ കേന്ദ്രീകരിച്ചും പിന്നീട് അങ്ങോട്ട് പൗലോസിനെ കേന്ദ്രീകരിച്ചുമാണ് അപ്പോസ്തലപ്രവൃത്തികൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അവരുടെ 2 പേരുടെയും ശുശ്രൂഷകളെ കേന്ദ്രീകരിച്ച്. അതുകൊണ്ട് മറ്റുള്ളവരെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാകാം ഒരു പക്ഷേ മത്തിയാസിനെ കുറിച്ചും പിന്നെ വലിയ രേഖകളൊന്നും നമുക്കില്ലാത്തത്. അടുത്തത് പൗലോസ്. അതും നമുക്കറിയാം. പൗലോസ് തന്നെ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഗലാത്യർ 1:1.
ഗലേഷ്യൻസ് 1:1 അവിടെ പറയുന്നു, മനുഷ്യരിൽ നിന്നുമല്ല മനുഷ്യരാലുമല്ല, ദൈവത്തിൽ നിന്ന് തന്നെ തനിക്ക് അപ്പോസ്തലത്വം നേരിട്ട് ലഭിച്ചുവെന്ന്. മറ്റ് മനുഷ്യരുടെ ആരുടെയും കൈവെപ്പിനാലല്ല പൗലോസിന് അപ്പോസ്തലൻഷിപ്പ് ലഭിച്ചതെന്ന് പൗലോസ് അവിടെ പറയുന്നു. പൗലോസിന്റെ ഏതാണ്ടൊക്കെ എല്ലാ ലേഖനങ്ങളിലും സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ, തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അപ്പോസ്തലനായ എന്ന നിലയിലാണ്. വേറെ ഒത്തിരി ഭാഗങ്ങളിൽ പൗലോസ് തൻ്റെ അപ്പോസ്തലത്വത്തെ പറ്റി പറയുന്നുണ്ട്. സ്തോത്രം. ഇപ്പോൾ പൗലോസ് എന്ന അപ്പോസ്തലൻ. പിന്നെയുള്ളത് ബർന്നബാസ്. അടുത്തത് ബർന്നബാസ്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ. 1 Corinthians 9, 5 and 6. Also Acts 14, 4 and 14. Acts 14, 4 and 14. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിന്റെ 4-ഉം 14-ഉം വാക്യങ്ങളിൽ ബർന്നബാസിനെ അപ്പോസ്തലൻ എന്ന നിലയിൽ നാം കാണുന്നുണ്ട്. അടുത്ത ഒരാളാണ് ആൻഡ്രോണിക്കാസ്. മലയാളത്തിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. റോമൻസ് 16:7. റോമർ 16:7 ഒന്ന് വായിച്ചോളൂ ആ വാക്യം. എന്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവേ. സ്തോത്രം. അവര് രണ്ടുപേരും ഉണ്ട് കേട്ടോ. അന്ത്രോണിക്കോസ് ആൻഡ് യൂനിയാവ് അല്ലേ മലയാളത്തിൽ? യൂനിയാവ്, ജൂനിയാസ്, അങ്ങനെ രണ്ടുപേരവിടെ. അടുത്തത് കർത്താവിൻ്റെ ജൂലിയ. ഓക്കെ. അടുത്തത് നമ്മുടെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബാണ്. ജെയിംസ്, ദ ബ്രദർ ഓഫ് ജീസസ്. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്. ഗലാത്യർ 1:19. പൗലോസ് തൻ്റെ മനസാന്തര അനുഭവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യെരുശലേമിൽ പോയപ്പോൾ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ വേറെ ആരെയും അപ്പോസ്തലന്മാരിൽ കണ്ടില്ല. അപ്പോൾ അവിടെ യാക്കോബിനെയും അപ്പോസ്തലൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തയാളാണ് സിൽവാനോസ് അല്ലെങ്കിൽ ശീലാസ്. സൈലസ് സിൽവനസ്. 1 തെസ്സലോനിക്കർ 1:1. 1 തെസ്സലോനിക്കർ 1:1, 2:6. 1 Thessalonians 1:1 and chapter 2 verse 6. മറ്റൊരാളാണ് തിമോത്തി. 1 Thessalonians 1:1 and 2 verse 6. അതിന് തൊട്ട് മുമ്പലത്തെ അതേ റെഫറൻസുകൾ. 1 തെസ്സലോനിക്കർ 1:1, 2:6. അടുത്തത് എപ്പഫ്രോഡിറ്റസ്.
ഫിലിപ്പിയർ 2:25, ഫിലിപ്പീൻസ് 2:25. എപ്പഫ്രോദിത്തോസ്. അപ്പോസ്തലൻ എന്നുണ്ടോ അവിടെ? ഇംഗ്ലീഷിലോ മലയാളത്തിലോ വാക്യത്തിൽ അപ്പോസ്തലൻ എന്നുണ്ടോ? എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും അങ്ങനാണ്. നിങ്ങളുടെ ദൂതനും. ആ ദൂതൻ എന്നുള്ളതിന്റെ Messenger. ഗ്രീക്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോസ്തോലോസ് എന്നാണ്. Apostle. ഇംഗ്ലീഷിലും എനിക്ക് തോന്നുന്നു My അപ്പോസ്തലൻ brother, ഇല്ല. my brother, മെസ്സഞ്ചർ എന്നാണ്. yeah, messenger, your മെസ്സഞ്ചർ. messenger and minister to my need. Yeah, but in Greek it is apostolos. MBC-ലുണ്ട് പാസ്റ്റർ. സ്പെഷ്യൽ മെസ്സഞ്ചർ ബ്രാക്കറ്റിൽ അപ്പോസ്റ്റൽ. ഓക്കെ ഓക്കെ. ചില വേർഷൻസിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോട്ട് ബ്രദർ ഓർ കോവർക്കർ, മെസ്സഞ്ചർ എന്നാണ് കൊടുത്തേക്കുന്നത്. മെസ്സഞ്ചർ. ഇപ്പൊ മെസ്സഞ്ചറിനെയാണ് അപ്പോസ്തോലൻ, സ്ഥാനാപതി എന്നൊക്കെ വിളിക്കുന്നത്. അടുത്തയാളാണ് അപ്പൊല്ലോസ്. അപ്പൊല്ലോസ്. 1 Corinthians 4:6-9, 1 Corinthians 4:6-9 വരെ. അതുപോലെ 3:22, 3:22. 1 Corinthians 4:6-9 and 3:22. അടുത്ത ഒരു വാക്യം 2 Corinthians 8:23 ഒന്ന് വായിക്കാമോ? 2 Corinthians 8:23. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. നമ്മുടെ സഹോദരന്മാർ സഭയുടെ ദൂതൻ. സഭയുടെ ദൂതൻ. അവിടെയും അപ്പോസ്തോലോസ് എന്ന ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. ദൂതൻ. അവിടെ പക്ഷെ ആരെക്കുറിച്ചെന്ന് പറഞ്ഞിട്ടില്ല, പേരില്ല. അൺനെയിംഡ് അപ്പോസൽസ് എന്ന് വേണമെങ്കിൽ അത് വിളിക്കാം. അത് പക്ഷേ പൊതുവായി സഭയുടെ ദൂതന്മാരെ കുറിച്ചും നമുക്കെടുക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ അവിടെ പൊതുവെ ദൈവസഭയുടെ ശുശ്രൂഷകന്മാരെ നമുക്ക് വിളിക്കാം. എന്നാൽ അപ്പോൾ തന്നെ സ്പെസിഫിക് ആയിട്ട് അവിടെ പറയുന്നുണ്ട്, എന്താ? നമ്മുടെ സഹോദരന്മാർ. അപ്പോൾ ഏതോ പ്രത്യേക വ്യക്തികളെ പൗലോസ് കൊരിന്ത്യർക്ക് അറിയാവുന്ന 1-2 സഹോദരന്മാരെ, മിനിമം 2 പേര്. Yeah, it is 2 Corinthians 8:23. 2 Corinthians 8:23. അപ്പോൾ അവിടെ കൊരിന്ത്യ സഭയ്ക്ക് അറിയാവുന്ന ഏതോ സഹോദരന്മാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തീത്തോസിനെ കുറിച്ച്, തീത്തോസ് ഒരാളുണ്ടല്ലോ അതിനകത്ത്. തീത്തോസിനെ പിന്നീട് നമുക്ക് കാണുന്നുണ്ട്. അദ്ദേഹത്തെ ഇവിടെ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇപ്പൊ തീത്തോസിനെയും ആ ചാപ്റ്ററിനകത്ത് തീത്തോസിനെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്, 16 മുതൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പം Ask for Titus, he is my colleague and shares. അപ്പോൾ സഹോദരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പേര് പറയാത്ത ആരോ കൂടെ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇത്രയും പേരെയാണ് നമുക്ക് നേരിട്ട് അപ്പോസ്തലന്മാർ എന്ന് പറയാൻ സാധിക്കുക. എത്ര പേരായി?
എണ്ണമല എഴുതിയ 14. 14 12 ഓൾറെഡി മറ്റവർ ഉണ്ടല്ലോ. അല്ല അതുകൂടെ ചേർത്താണെങ്കിൽ അപ്പോൾ ആ അതിൽ കൂടെ 14 പ്ലസ് 11. 25 പേര്. അപ്പം പേര് പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാർ എന്നുള്ളവർ ഈ 25ഓളം പേര് നമുക്കുണ്ട് ബൈബിളിൽ. അത് കൂടാതെ വേറെയും പലരും ഉണ്ടാകാം. ഇപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നവർ ഇത്രയും പേരാണ്. ഇന്നും നമുക്കറിയാം പലരും സ്വയം അപ്പോസ്തലന്മാരെന്ന് പേരെടുത്തവരാ. മുമ്പ് നമ്മളിതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ നമുക്ക് ചർച്ച വേണ്ടെന്ന് കരുതുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോസ്തലന്മാർ എന്ന് ഇവർക്കൊക്കെ പേര് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ സ്ഥാനം ഉണ്ടാവുന്നതിന് കാരണങ്ങളുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഒരുപക്ഷെ അപ്പോസ്തലന്മാരാകാം. ഈ രണ്ട് വാദങ്ങൾ ഇന്നുമുണ്ട്. അപ്പോസ്തലന്മാരുടെ ആ കാലത്തോടെ ആ അപ്പോസ്തോലൻ എന്ന ശുശ്രൂഷയോ പദവിയോ തീർന്നുപോയി, നിന്നുപോയി എന്ന് പറയുന്നവരുമുണ്ട്. അല്ല, അതിന്നും തുടരുന്നു എന്ന് വാദിക്കുന്നവരും പറയുന്നവരുമുണ്ട്. ഏതായാലും സഭയുടെ മേൽ ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാർ 5 കൂട്ടരായിട്ട് എഫേസ്യർ 4:11 പറയുന്നത് കൊണ്ട് അപ്പോസ്തോലിക ശുശ്രൂഷ നിന്നുപോയി എന്ന വാദത്തോടെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ യോജിപ്പില്ല. അപ്പോൾ തന്നെ അപ്പോസ്തലൻ എന്ന പേരെടുത്ത് നടക്കുന്നവരോട് തീരെയും യോജിപ്പില്ല. വ്യക്തിപരമായ എൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ തന്നെ അപ്പോസ്തലത്വത്തിൻ്റെ തെളിവുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് നമുക്കതിന് സമയം ഇനിയില്ല, അതുകൊണ്ട് അവിടേക്ക് പോകുന്നില്ല. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ നമുക്കതേപ്പറ്റി ചിന്തിക്കാം. പിന്നെ പൊതുവായ അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം പ്രത്യേകമായ ദൗത്യത്തോടെ അയക്കുന്നവരെല്ലാവരും തന്നെ അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തോലൻ എന്ന പദത്തിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പേര് പറയപ്പെട്ടവർ മാത്രമല്ല, ഇന്ന് പേരെടുത്ത് നടക്കുന്നവരും മാത്രമല്ല, നമ്മളുമൊക്കെ അപ്പോസ്തോലിക വിളിയുള്ളവരാണെന്ന് മനസ്സിലാക്കാം. ആ പദത്തിൻ്റെ അർത്ഥം വെച്ച് അയക്കപ്പെട്ടവർ. കർത്താവ് നമ്മൾ എല്ലാവരോടും കൂടെ ആയിട്ട് പറഞ്ഞത്, ഐ സെൻഡ് യു ആസ് മൈ ഫാദർ ഹാസ് സെൻഡ് മീ. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്ന് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു. അങ്ങനെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി, യേശുവിനെ സാക്ഷീകരിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ട നാമമൊക്കെ ഈ അർത്ഥത്തിൽ അപ്പോസ്തോലന്മാർ എന്ന് പറയാം. അത് അതിൻ്റെ വിശാലമായ അർത്ഥത്തിലാണ്, വ്യക്തിപരമായിട്ടല്ല. അതുകൊണ്ട് നാളെ തൊട്ടെന്ന നമ്മുടെ എല്ലാവരുടെയും പേരിൻ്റെ മുമ്പിൽ അപ്പോസ്തോലൻ എന്നും പറഞ്ഞ് ആരും വെക്കരുത്. വിശാല അർത്ഥത്തിൽ വിശേഷ ദൗത്യത്തോടെ അയക്കപ്പെട്ടവർ. വെറും ദൗത്യം മാത്രമല്ല, ദൗത്യത്തോടെ അയക്കപ്പെട്ടുവെങ്കിൽ അയച്ചവൻ്റെ അധികാരവും ഉണ്ടായിരിക്കും. സ്തോത്രം. അതേപ്പറ്റി നമുക്ക് നാളെ ചിന്തിക്കാം എന്ന് കരുതുന്നു. അപ്പോൾ യേശു ക്രിസ്തു അപ്പോസ്തലനായി ഭൂമിയിൽ വന്ന് പിതാവിനെ പരിചയപ്പെടുത്തി. സ്തോത്രം. സ്വർഗത്തിലെ കാര്യങ്ങളൊക്കെ നമ്മെ അറിയിച്ചു. കർത്താവ് നമ്മെ അറിയിച്ചതുപോലെ പിതാവിനെ മനസ്സിലാക്കാൻ നമുക്ക് കൃപ ലഭിച്ചു. ഫിലിപ്പോസ് ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചത് അത് മതി.
കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാനും പിതാവും ഒന്നാകുന്നു. നമുക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി. ഇനി നമുക്ക് സത്യദൈവം ആരാണെന്നറിഞ്ഞ് അവനെ സേവിപ്പാൻ കൃപ ലഭിച്ചു. പണ്ട് ദൈവമെന്നും പറഞ്ഞ് ദൈവമല്ലാത്തവയെ സേവിച്ച് നടന്നിരുന്നവരാണ് നാം. ആ അവസ്ഥയിൽ നിന്നും നമ്മെ വിടുവിച്ചു. സത്യദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി. സത്യദൈവത്തെ അറിയാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ആ കർത്താവിനെ മുഖാമുഖം കാണുവാനുള്ള കൊതിയോടെ നമുക്ക് ശിഷ്ടകാലം കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.